നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. മഴ വാർത്തയിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 പേർ മരിച്ചു, ഒരാളെ കാണാതായി. കാസർഗോഡ്, വയനാട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തെക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി. മറ്റൊരു ചക്രവാത ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. 3 ദിവസം അതിശക്തമായ മഴ തുടരും. ഇന്നും നാളെയും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിലെ റെഡ് അലേർട്ടിന് പുറമെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. നാളെ 6 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ അഴീക്കോട് കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മാട്ടൂൾ സ്വദേശി ഇസ്മയിലാണ് മരിച്ചത്. കോട്ടയം എരുമേലിയിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മുനിയസ്വാമിക്കാണ് ദാരുണാന്ത്യം. ആലപ്പുഴ പുന്നമടയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത്. കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരാളെ പുഴയിൽ കാണാതായി. കാച്ചിക്കോളിൽ മാധവൻ നായരെയാണ് കാണാതായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആലപ്പുഴ ബീച്ചിൽ നിന്ന് വരുന്ന വാർത്ത കുട്ടികൾ തിരയിൽപ്പെട്ടു, 7 പേർ രക്ഷപ്പെട്ടു, ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു എന്നാണ്. ബീച്ചിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് തിരയിൽപ്പെട്ടത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഒരാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഏറ്റവും പുതിയ വിവരം. അനുജ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടികളിവിടെ ഈ കരയിലേക്ക് കടലിൽ നിന്നും മറ്റൊരു പാലസ് റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കുട്ടികളാണ്. 15 വയസ്സോളം വരുന്ന കുട്ടികളുടെ സംഘമാണ് ഈ കടലിലേക്ക് എത്തിയത്. അവരുടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ഈ ബീച്ചിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ ഈ തിരയുടെ അടുത്തേക്ക് പോയപ്പോൾ കടൽ ഭയങ്കര പ്രക്ഷുബ്ധമാണ്. ഇന്ന് പതിവിലും വിപരീതമായ ശക്തമായ കാറ്റും അതിശക്തമായ തിരമാലകളും ഉണ്ട്. അതിൽ തിരമാലയിലേക്ക് ഈ 8 പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ സംഘം പെടുകയായിരുന്നു. അതിൽ 7 പേർ നീന്തി കരയിലേക്ക് എത്തിയെങ്കിലും ഒപ്പമുണ്ടായിരുന്ന പാലസ് റോഡ് സ്വദേശിയായ 15 വയസ്സുകാരൻ ഡോണിനെയാണ് കാണാതായത്. ഇപ്പോഴും ഡോണിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പോൾ പ്രദേശത്ത് അതിശക്തമായ കാറ്റും മഴയുമാണുള്ളത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അസാധ്യമാണ്. അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്. കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടിയിട്ടുണ്ട്. രാത്രിയോടുകൂടി കോസ്റ്റ് ഗാർഡ് എത്തിയാൽ പോലും കടലിൽ തെരച്ചിലിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത്രത്തോളം കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക നിലവിലുണ്ട്. ഈ കനത്ത കാറ്റും ഒപ്പം തിരമാലകളും അടക്കം ഈ കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളടക്കം കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിക്കാതെയാണ് കുട്ടികളടക്കം പോയത് എന്നുള്ള വിമർശനവും ഉണ്ട്. അതേസമയം ഈ ആളുകളെ കടലിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ ഒരു തടയൽ സംവിധാനങ്ങളും നിലവിൽ ഈ ആലപ്പുഴ ബീച്ചിലില്ല. അത്രത്തോളം കണ്ടാൽ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തിരമാലകളാണ് ഉള്ളത്. എന്തായാലും ഈ 15 വയസ്സുകാരന് വേണ്ടിയുള്ള തെരച്ചിൽ കടൽ ശാന്തമാകുന്നതിന്റെ മുറയ്ക്ക് മാത്രമേ നടക്കുകയുള്ളൂ. അനുജ, അതാണ് 8 കുട്ടികളാണ് തിരയിൽപ്പെട്ടത്. അതിൽ 7 പേരെയും രക്ഷപ്പെടുത്തി. എന്നാൽ ഒരാൾക്കായുള്ള അതിപ്പോൾ തിരച്ചിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. കടൽ പ്രക്ഷുബ്ധമാണ്, വലിയ കാറ്റുണ്ട്. കോസ്റ്റ് ഗാർഡ് കൊച്ചിയിൽ നിന്ന് എത്തിയാൽ മാത്രമേ തിരച്ചിൽ നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഡോൺ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. കനത്ത മഴയിൽ വടക്കൻ മലബാറിൽ വ്യാപക നാശനഷ്ടം. കാസർഗോഡ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ചിറ്റാരിക്കലിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ വീടുകൾ തകർന്നു. കനത്ത മഴയിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം ബാവലിപ്പുഴയിലെ തടയണ പൊട്ടി. ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച തടയണ പൊട്ടി. കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്നവർ കുളിക്കുന്നതിന് കിട്ടിയ തടയണയാണ് തകർന്നത്. കനത്ത മഴയിൽ തളാപ്പ് സ്വദേശി തട്ടാരത്ത് സജിതയുടെ വീട് ഭാഗികമായി തകർന്നു. കണ്ണൂർ ചെറുപുഴ മുളപ്ര പാലം വെള്ളത്തിൽ മുങ്ങി. സമീപത്തെ കൃഷിയിടങ്ങളിലും വെള്ളം കയറി. കാര്യങ്കോട് പുഴ കരകവിഞ്ഞതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. കാസർഗോഡ് ശക്തമായ മഴയിലും കാറ്റിലും നീലേശ്വരം കോട്ടപ്പുറം റോഡിൽ മരം വീണു. വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലൂടെ മരം വീണതിനാൽ പ്രദേശത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. നീലേശ്വരത്ത് മോഹനൻ, വിജയൻ, സമീറ എന്നിവരുടെ വീടുകളിൽ തെങ്ങ് വീണു.
ചിറ്റാരിക്കൽ കാറ്റാംകവല ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ഇവിടെയുള്ള 4 കുടുംബങ്ങളെ പറമ്പ് LP സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിൽ വീടുകളിൽ വെള്ളം കയറി. കാസർഗോഡ് മഞ്ചേശ്വരം ചർച്ച് റോഡിൽ 12 വീടുകളിൽ വെള്ളം കയറി. മധുവാഹിനി പുഴ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒരാഴ്ച മുമ്പ് ഇതുവരെ വെള്ളം കയറി, ഇത്ര വെള്ളം മൊത്തം. ഇതിപ്പോൾ രാവിലെ കയറാൻ തുടങ്ങിയുള്ളൂ. ഇനി കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടു. വീട്ടിൽ എൻ്റെ അവിടെ 2 സ്റ്റെപ്പ് വരെ കയറും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് ടൂറിസം മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 കാസർഗോഡ്. മധ്യകേരളത്തിലെ മഴ ശക്തമാണ്. എറണാകുളം കളമശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. ഇടുക്കിയിൽ മഴയിൽ മരം കടപുഴകി ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. മുല്ലപ്പെരിയാർ, ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നു. മധ്യകേരളത്തിലും കാലവർഷക്കെടുതി അതിരൂക്ഷമാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടപ്പള്ളി, കളമശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടുണ്ടായി. ആലുവ, നെടുമ്പാശ്ശേരി ഭാഗങ്ങളിലും കനത്ത മഴയാണ്. ശക്തമായ മഴയിൽ വടക്കൻ പറവൂർ എഴിക്കരയിൽ റോഡിലേക്ക് മരം വീണു. മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തി. പെരിയാറിൽ 1.5 അടി ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രത്തിലടക്കം വെള്ളം കയറി. നദീതീരത്ത് താമസിക്കുന്നവർക്ക് ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇടുക്കിയിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുണ്ടായ ഗതാഗത തടസ്സം പുനഃസ്ഥാപിച്ചു. കല്ലാർകുട്ടി ഡാമിന്റെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ, ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം ചുങ്കത്ത് മരം വീണ് മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരത്തിനടിയിൽപ്പെട്ട ഓട്ടോറിക്ഷയിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പത്തനംതിട്ട കോന്നിയിൽ വീടിന്റെ അടുക്കള മഴയിൽ തകർന്നു. ശക്തമായ മഴയാണ് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത്. രാവിലെയും മഴ തുടർന്നു. ശക്തമായ കാറ്റും വീശിയതോടെയാണ് കോട്ടയം ചുങ്കത്ത് വഴിയരികിൽ നിന്ന് കൂറ്റൻ മരം കടപുഴകിയത്. റോഡിലേക്ക് മരം വീണതോടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ചുങ്കം സ്വദേശികളായ ആരോണും സഹോദരി അലീനയും ഓട്ടോയിൽ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം. ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം ലൈൻ ഷോർട്ട് ആവുന്നതുകൊണ്ട് സ്ലോ ആക്കിയതാ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു. ആ സമയത്ത് അതിനടിയിലായിരുന്നോ? അടിയിലായിരുന്നു. എത്ര നേരം കഴിഞ്ഞാ പുറത്തിറങ്ങി? 10 മിനിറ്റ് ലൈനെല്ലാം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇറങ്ങിയത്. ആൾക്കാർ ഇറങ്ങരുതെന്ന് പറഞ്ഞു. പറഞ്ഞു ഇറങ്ങരുതെന്ന് പറഞ്ഞു. ശേഷം ഓഫായതിനു ശേഷമാണ് ഇറങ്ങിയത്. വീട്ടിലാര് ഞാനും അവളും മാത്രം ഉണ്ടായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വീടിനും മരം വീണ് കേടുപാടുകൾ ഉണ്ടായി. ഞാൻ പോന്നു കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അവർ പോന്നു കഴിഞ്ഞപ്പോൾ മരത്തിന്റെ ഇടയിലായി കറക്റ്റ് ഒരടിയിടം വന്നിരുന്ന വണ്ടിയുടെ അടിയിലോട്ട് പോയാനെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് രക്ഷ. പലവട്ടം അധികാരികളോട് ഇവിടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, വെട്ടണമെന്ന് പറഞ്ഞു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് മരം വെട്ടിമാറ്റിയത്. 4 മണിക്കൂറിലധികം മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട കോന്നിയിൽ കനത്ത മഴയിൽ ഒരു വീടിന്റെ അടുക്കള ഇടിഞ്ഞു വീണു. പുതുവാരത്തിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കളയാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. പത്തനംതിട്ട ബ്യൂറോയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം. മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളുടെ തീരമേഖലകളിലാണ് കടലാക്രമണം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ശക്തമായതോടെ കടലാക്രമണവും അതിരൂക്ഷമായിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശമായ വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുതോപ്പ് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. പല വീടുകളും കടലെടുത്തു. കാലവർഷം ശക്തമായതോടെ കടൽ വളരെയധികം പ്രക്ഷുബ്ധമാണ്. ബന്ധുവീടുകൾ ഓരോരോ വീടുകളിൽ ഓരോരുത്തർ നിൽക്കുകയാണ്. പല വീടുകളിലായിട്ട് നിർത്തിയൊക്കെയാണ് ഞങ്ങൾ. ഒന്നിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർ ഇത്രയും ദിവസമൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല.
എറണാകുളം ജില്ലയിൽ തീരപ്രദേശങ്ങളായ എടവനക്കാട്, ഞാറയ്ക്കൽ, നായരമ്പലം, കണ്ണമാലി എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണ്. വീടുകളിലടക്കം വെള്ളം കയറി. കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് 2 ആഴ്ച ഈ ദുസ്സഹനം തുടങ്ങിയിട്ട് യാതൊരു രീതിയിലുള്ള പരിഹാരമാർന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാറില്ല. ഈ മണൽ വാട മാത്രം ഉണ്ടാവും. അത് ഒഴുകി കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും വെള്ളം കയറും. അതുണ്ടെങ്കിൽ പുലിമുട്ടോടുകൂടിയുള്ള ഒരു കടൽഭിത്തി നിർമ്മാണമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. ആ പരിഹാരം കാണുവാനായിട്ട് അധികാരികൾ ഇതുവരെ ഒരു ശാശ്വതമായ പരിഹാരം കാണുവാനായിട്ട് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. കേരള തീരത്ത് നാളെ രാത്രി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലങ്ങളായുള്ള തീരദേശവാസികളുടെ തീരാ ദുരിതമാണ് ഈ കാണുന്നത്. ഇനിയെങ്കിലും ശാശ്വത പരിഹാരത്തിന് അധികാരികൾ അതിവേഗം ഇടപെടണമെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. ക്യാമറമാൻ വിനോദിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വീണ്ടും സ്ഫോടനം. ഇറാന്റെ 3 വിമാനത്താവളങ്ങളിൽ ആക്രമണമുണ്ടായി എന്നാണ് വിവരം. ടെഹ്റാനിലെ മെഹ്റാബാദ്, കാരാജ്, ഇമാം ഖൊമേനി എന്നീ വിമാനത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാനിന് ആക്രമണമുണ്ടായ പ്രദേശങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സന്ദർശനം നടത്തി. ആക്രമണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും നിർത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. അതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്കയെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി അറിയുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഒരു അവധി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ തുടരുന്നതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല എന്നുകൂടി കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. നേരത്തെ കാസർഗോഡ്, തൃശൂർ ജില്ലകൾക്കും നാളെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലും നാളെ അവധിയായിരിക്കും. എറണാകുളം മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി. നീലേശ്വരം പഞ്ചായത്തിലെ ഇല്ലിത്തോട് 4-ാം ബ്ലോക്കിലാണ് വീട്ടുമുറ്റത്ത് കാട്ടാനക്കൂട്ടമെത്തിയത്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, മലയാറ്റൂരിൽ ഇത്തരത്തിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ അറിയില്ല. ജനവാസ മേഖലയിലാണ്, അത് വീട്ടുമുറ്റത്തേക്ക് കാട്ടാനക്കൂട്ടം എത്തിയെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു ആശങ്ക സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. അനുജ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മലയാറ്റൂർ ഇല്ലിത്തോട് ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4 വലിയ കാട്ടാനകളും 2 ചെറിയ കാട്ടാനകളും വരിവരിയായി പോകുന്ന ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലേക്ക് കാട്ടാന ശല്യം രൂക്ഷമാണ്. പലതവണ പരാതി നൽകിയിട്ട് മുന്നത്തുള്ള നടപടിയും ഇടപെടലും ഉണ്ടായില്ല എന്ന് നേരത്തെ തന്നെ പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുകയായിരുന്നു. ഈ പാണാങ്കുഴി പ്രദേശം എന്ന് പറഞ്ഞൊരു പുഴയുടെ വശത്താണ്. ആ പുഴയുടെ വശത്ത് കുളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലേക്ക് കാട്ടാനകൾ വീട്ടുമുറ്റത്തെത്തിയത്. ഈ സ്ഥലമെന്ന് പറയുന്നത് ധാരാളം പഴങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലേക്ക് കാട്ടാന നിരന്തരമായി എത്തുന്ന ഒരു സ്ഥലമെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ വളരെ ഭംഗിയുള്ളതാണെങ്കിലും അത് അങ്ങേയറ്റം ഭയാനകമായ ഒരു അന്തരീക്ഷം കുറച്ച് സമയത്തേക്ക് ആ പ്രദേശത്ത് സൃഷ്ടിച്ചിരുന്നതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ മലയാറ്റൂർ മേഖലകൾ കാട്ടാന ശല്യം രൂക്ഷമാണ്. കാട്ടാന ശല്യം രൂക്ഷമായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരം അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലേക്ക് വീട്ടുമുറ്റത്തേക്ക് കാട്ടാനകൾ വരിവരിയായി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇല്ലിത്തോട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം ബ്ലോക്കിലെ പ്രദേശങ്ങളിൽ ഇത്തരത്തിലേക്ക് കാട്ടാന വീട്ടുമുറ്റത്തുകൂടി നടന്നു പോകുന്നതായി പ്രദേശവാസികൾ കണ്ടത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആർക്കും തന്നെ ഒരു തരത്തിലുള്ള അപകടങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ പോകുന്നു. അനുജ, മലയാറ്റൂരിൽ കാട്ടാന ശല്യമുണ്ട് എന്നാണ് അഭിനന്ദ് പറഞ്ഞത്. ഇല്ലിത്തോട് എന്ന പ്രദേശത്താണ് വീട്ടുമുറ്റത്തേക്ക് കാട്ടാനക്കൂട്ടം എത്തി വരിവരിയായി അവ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് തിരുവനന്തപുരം വെള്ളറടയിൽ 48-കാരിയെ കൊന്നു കുഴിച്ചുമൂടി. പനച്ചമൂട് പഞ്ചാംകുഴിയിൽ പ്രിയംവദയാണ് അയൽവാസി വിനോദ് കൊലപ്പെടുത്തിയത്. വിനോദ് കുറ്റം സമ്മതിച്ചു. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. മൃതദേഹം വീണ്ടെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങളുമായുണ്ട്. അലക്സ്, ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ഇതിന് കാരണമെന്ന കുറ്റസമ്മതം പ്രതി നടത്തിയോ? ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്?
അനുജ, രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊല്ലപ്പെട്ട പ്രിയമതയുമായി 48 വയസ്സുകാരിയാണ് പ്രിയമത. തൊട്ടടുത്താണ് വിനോദ് താമസം, അയൽവാസിയാണ്. പ്രിയമതയുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് വിനോദ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള വൈരാഗ്യം മൂലം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് വിനോദ് പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയമതയിൽ നിന്ന് വിനോദ് പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കവും നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ എന്താണെങ്കിലും പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ വിനോദ് ഇന്ന് രാവിലെയോടുകൂടി ഏതാണ്ട് 11:30 മണിക്കാണ് പോലീസ് ഇവിടെ എത്തി വിനോദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ വിനോദ് ഈ കുറ്റം സമ്മതിക്കുകയായിരുന്നു. താനാണ് പ്രിയമതയെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിക്കുകയായിരുന്നു. ഈ കാണുന്ന നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് വിനോദിന്റെ വീടിന്റെ പുറകുവശമാണ്. ആ പുറകുവശത്ത് തൊട്ടടുത്ത പറമ്പിലെ മതിലിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിയിലാണ് ഈ പ്രിയമതയുടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളത്. ആ മൃതദേഹം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ പോലീസും അതുപോലെ RDOയും മറ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. RDO ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. 5 CIമാരുണ്ട്. നെയ്യാറ്റിൻകര DOSPയുടെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 12-ാം തീയതിയാണ് ഈ പ്രിയമതയെ മിസ്സാകും. വെള്ളറടയിലാണ് 48-കാരിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് അയൽവാസി കുറ്റസമ്മതം നടത്തിയത്. പഞ്ചാംകുടിയിൽ പ്രിയംവദ അയൽവാസി വിനോദ് കൊലപ്പെടുത്തുകയായിരുന്നു. കുഴിച്ചിട്ട സ്ഥലം പ്രതി പോലീസിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ബന്ധത്തിൽ നിന്ന് പിന്മാറിയത്, ഒപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ തർക്കം കൂടിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രതിയുടെ കുറ്റസമ്മതം. ഇനി നിലമ്പൂരിലേക്ക്. പോരാട്ട ചൂടിൽ നിലമ്പൂർ. നിലമ്പൂരിൽ ഇന്ന് സൂപ്പർ സൺഡേ. പരസ്യപ്രചാരണം തീരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിൽ ഇറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്തുകാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൽ, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി പ്രചാരണം നടത്തി. 7 പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തി. സ്ഥലം MP കൂടിയായി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയതിന്റെ ആവശ്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ട്. മൂത്തയിടത്ത് പ്രവർത്തകരെ പ്രിയങ്ക ഗാന്ധി അഭിസംബോധന ചെയ്തു. മുൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് MPയുമായ യൂസഫ് പഠാൻ PV അൻവറിനായി ഇപ്പോൾ പ്രചാരണം നടത്തുകയാണ്. റോഡ് ഷോ ശക്തിപ്രകടനമാക്കുകയാണ് PV അൻവർ. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ NDA ക്യാമ്പിൽ സജീവമായി ഉണ്ട്. ദേശീയ തലത്തിലെ മെഡിക്കൽ എൻട്രൻസ് NEET UG 2025 പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കോഴിക്കോട് സ്വദേശിനി ദീപ്നിയ കേരളത്തിൽ ഒന്നാമതെത്തി. ആദ്യ 10 റാങ്ക് നേടിയ മലയാളികളിൽ 8 പേരും ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. ഈ വർഷത്തെ NEET UG പരീക്ഷയിലും പതിവ് പോലെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് തിളക്കമാർന്ന നേട്ടം. കോഴിക്കോട് സ്വദേശിനി ദീപ്നിയ DBയാണ് കേരളത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. അധ്യാപക ദമ്പതികളായ ദിനേശിന്റെയും ബിജിയുടെയും മകളായ ദീപ്നിയ അഖിലേന്ത്യാ തലത്തിൽ 109ാം റാങ്കും പെൺകുട്ടികളിൽ 18ാം റാങ്കും നേടി. ഷെഫിൻ മൻസൂർ KP അഖിലേന്ത്യാ തലത്തിൽ 200ാം റാങ്കോടെ കേരളത്തിൽ 2ാമതെത്തി. സബീഭ ഭായ് 3ാം സ്ഥാനവും NR രാമനാഥ് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ചെൽസിയസ് തെരേസ കേരളത്തിൽ 5ാം സ്ഥാനത്ത്. ബ്രില്യന്റിലെ 26 വിദ്യാർത്ഥികളാണ് അഖിലേന്ത്യാ റാങ്കിങ്ങിൽ 1000-നുള്ളിൽ ഇടം പിടിച്ചത്. 5000 റാങ്കിനുള്ളിൽ 280 വിദ്യാർത്ഥികളും 10000 റാങ്കിനുള്ളിൽ 620 വിദ്യാർത്ഥികളും ഇടം നേടി. ഇത്തവണത്തെ NEET UG പരീക്ഷയിൽ 82% വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ഓരോ വർഷവും നിരവധി മലയാളി വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിലൂടെ MBBS സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. 24 കോട്ടയം. ഇതോടെ വാർത്താ സന്ധ്യ അവസാനിക്കുകയാണ്.